കേൾക്കുമാർ പറഞ്ഞു വന്ന് പൂർത്തിയാക്കൂ. ഈ പറയുന്ന രീതിയിൽ എന്തുകൊണ്ട് എൻ്റെ ആദ്യ ചോദ്യം, നമ്മൾ തർക്കത്തിലേക്ക് പോയി ആദ്യ ചോദ്യത്തിലേക്ക് ഞാൻ പോകും. എന്തുകൊണ്ടാണ് ഈ ജയിലിൽ കിടക്കുന്ന ഈ പാർട്ടി അംഗത്തിനെതിരെ നടപടി ഉണ്ടാകും എന്ന് ഗോവിന്ദ മാഷിന് ഇപ്പോഴും പറയാൻ പ്രശ്നം? ശ്രീ കെ അനിൽകുമാർ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 11 സീറ്റിൽ BJP ഒന്നാം സ്ഥാനത്തായിരുന്നു. ഇപ്പം BJP 2 സീറ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളൂ. 8 സീറ്റിൽ 2ാം സ്ഥാനത്തായിരുന്നു. അതെല്ലാം തകർന്നടിച്ച് വീണു. BJPയെ തോൽപ്പിക്കുന്നതിൽ കേരളം വിജയിച്ചു കഴിഞ്ഞു. അതിൻ്റെ പേരിൽ മതന്യൂനപക്ഷങ്ങൾ, മതനിരപേക്ഷ ശക്തികൾ UDFന്റെ പിന്നാലെ അണിനിരക്കേണ്ട ഗതികേടില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഇന്ന് കേരളത്തിൽ 58 സീറ്റുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നാം സ്ഥാനത്താണ്. ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിലായിരുന്നു ഒന്നാം സ്ഥാനത്തുള്ളത്. ഞങ്ങൾ മുന്നോട്ടാണ്. 2, ഞങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന ചോദ്യം. ഒരു വികാരവും ഇല്ല എന്നാണ് ഞങ്ങളുടെ ഉത്തരം. എന്നാൽ സർക്കാരിനെ കുറിച്ച് വിമർശനങ്ങൾ വരും, സ്വാഭാവികമാണ്. അതിൽ ഞങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തിരുത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭയിൽ മുഖ്യമന്ത്രി ഇത് ഏറ്റുപറഞ്ഞ് തിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് പെൻഷൻ വർദ്ധിപ്പിച്ച നടപടി, അതുപോലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ. അത് തുടരും. 3, ഇപ്പോഴുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമാക്കി കഴിഞ്ഞാൽ തുടർ ഭരണം LDFന് കിട്ടും. ഇപ്പോൾ നിങ്ങൾ ഉന്നയിച്ചത് ശബരിമലയുമായി ബന്ധപ്പെട്ടാണ്. ശബരിമലയിൽ പോറ്റി എന്ന് പറഞ്ഞ ആളെ അവിടെ കൊണ്ടുവന്നതിൽ ഇടതുപക്ഷത്തിന്റെ പങ്കെന്താണ്? CPMന് എന്ത് പങ്കാണ്? 2004 അവിടെ വന്നത് തന്ത്രി വഴിയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ സ്വർണം, കട്ട സ്വർണത്തിലൊരു ഭാഗം ഗോവർദ്ധന്റെ കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് പാർട്ടിയുടെ കടയല്ല. പിന്നിലേക്ക് അന്വേഷണം പോകട്ടെ. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ജിതിൻ ദേവ് കേൾക്കുമ്പോൾ അതിനിടയ്ക്കുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. പിഴവുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറയും, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി തിരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെയല്ല. പിഴവുണ്ടെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രി പറയും, തിരുത്തും, നടപടി ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.